മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലല്ല. വെന്റിലേറ്റർ സഹായത്താൽ ചികിത്സ തുടരുന്നുവെന്ന് സ്വകാര്യ ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തേക്ക് വരികയാണ്. വി വിനീഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, ഇപ്പോൾ വി എസിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ ഒരു പ്രത്യേക സംഘം ഇപ്പോൾ ആരോഗ്യസ്ഥിതി വി എസിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നിലവിൽ അല്പസമയം മുമ്പ് 11:30 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വി എസ് ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരുന്നു. ഈ മെഡിക്കൽ ബുള്ളറ്റിനെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്: വി എസ് നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യസ്ഥിതിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി എസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഈ മാസം 23-നാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായുള്ള ചികിത്സകൾ വിദഗ്ധ സംഘം, ഈ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം വി എസിനെ പരിശോധിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമുള്ളതായി ഈ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം തന്നെ വിലയിരുത്തിയതും സ്വകാര്യ ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുന്നതും. നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘവും ഇപ്പോൾ വി എസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ശരി, മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിൽ അല്ല. വെന്റിലേറ്റർ സഹായത്താലാണ് ചികിത്സ തുടരുന്നതെന്നതാണ് ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തേക്ക് വരുന്നത്. വി വിനീഷാണ് ചേർന്നത്.